നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മുകുന്ദനെ ഈ അകലം പാലിക്കാൻ. നിനക്കത് കേൾക്കാൻ എന്താടാ ബുദ്ധിമുട്ട്? ഞാൻ അവനെ തല്ലിയിട്ടൊന്നുമില്ല. അവന് നാട്ടുകാരുടെ ഇന്ന് തല്ലുകൊണ്ടാലും ഞാനാണ് ഉത്തരവാദി. അവനെ പോലൊരു പാപത്തിനെ ഉപദ്രവിക്കാൻ നിന്നെ പോലൊരു ചെറ്റയ്ക്കേ തോന്നും. ഗിരി, വിടാൻ എന്താ പ്രശ്നം? എന്തിനാ നീ ഇവനെ തല്ലുന്നേ? ഇവൻ മുകുന്ദനെ തല്ലി. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ നട്ടലില്ലാത്തോണ്ട് ആളെ കൂട്ടിയാ ചെയ്തത്. ഞാനല്ല ഡാഡി. പിന്നെ മുകുന്ദൻ നുണ പറഞ്ഞാണോ? എന്താ അങ്ങനെ ആയിക്കൂടെ? പണ്ട് മുതലേ നമ്മൾ പിരിയണമെന്ന് ആഗ്രഹിച്ച ഒരുത്തനാ മുകുന്ദൻ. ഇവനല്ല മുകുന്ദനെ തല്ലിയെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. ശരി, ഇവൻ തന്നെ മുകുന്ദനെ തല്ലിയെന്നിരിക്കട്ടെ. നീ ആരാ ചോദിക്കാൻ? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്, അവര് നോക്കിക്കോളും. മുകുന്ദനെ തൊട്ട പോലീസും കോടതിയും ആരാച്ചാരും ഒക്കെ ഈ ഗിരി തന്നെ ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്ത് ധൈര്യത്തിൽ എന്റെ മോനെ തല്ലുന്നേ? കുറച്ചു കാലം മുമ്പ് വരെ നീ എന്റെ കുടുംബത്തിലെ രംഗത്തിനെ പോലെ ആയിരുന്നു. അപ്പോ നിങ്ങൾ തമ്മിൽ തല്ലുകൂടിയാ ഞാനത് കണ്ടില്ലെന്ന് അടിക്കുമായിരുന്നു. ഇനി അങ്ങനെയല്ല, നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമല്ല ഇപ്പൊ ഓർക്കണം. അത് ഓർക്കേണ്ടത് താനും തന്റെ മകനും. ഇത്രയും കാലം ഞാനും നിങ്ങളെ സ്വന്തം കുടുംബത്തെ പോലെ കരുതിയതുകൊണ്ട് എന്റെ അടിക്കൊക്കെ ഒരു മയം ഉണ്ടായിരുന്നത്. ഇനി അതുണ്ടാവില്ല. ഇനി ഒരിക്കൽ കൂടി മുകുന്ദനെ ഇവനെ ഉപദ്രവിച്ചാൽ ചാകാൻ നേരത്ത് തനിക്ക് കൊള്ളി വയ്ക്കാൻ ഇവനെ ഉണ്ടാവില്ല. ഞാൻ ഡാഡിയോട് പറഞ്ഞല്ലേ ഇവനെ ഒന്നും വളരാൻ അനുവദിക്കരുതെന്ന്. ഇപ്പൊ അവന് നമ്മളെയൊക്കെ വെല്ലുവിളിക്കാൻ മാത്രം ആത്മവിശ്വാസം ഉണ്ടായി. നീ എന്ത് കാര്യത്തിനാ മുകുന്ദനെ പോയി തല്ലിയത്? അത് എന്നോടൊരു വാക്ക് ചോദിക്കാതെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൻ പീതാംബരൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അന്വേഷിച്ച് നടക്കുക. ഡാഡിക്ക് അതിന് ഒരു കുഴപ്പമില്ലേ? എന്നാ ഞാൻ അവനെ വെറുതെ വിട്ടേക്കാം.